നമസ്കാരം. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ് കണ്ടതു മുതൽ രാജ്യത്ത് പലയിടത്തും വീടുകളിൽ നിന്നും ജ്വല്ലറികളിൽ നിന്നും സ്വർണ്ണമോഷണം പതിവായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ മുഖം മറച്ച് എത്തുന്നവർക്ക് ഇനി സ്വർണ്ണാഭരണങ്ങൾ വിൽക്കില്ല എന്നുള്ള ജ്വല്ലറി ഉടമകളുടെ തീരുമാനമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ബീഹാറിലാണ് ജ്വല്ലറി കടകളിൽ പ്രവേശിക്കുന്നതിനോ സ്വർണ്ണാഭരണം വാങ്ങുന്നതിനോ മുമ്പ് ഉപഭോക്താക്കൾ മുഖം വ്യക്തമാക്കണമെന്ന നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി ഇത്തരമൊരു നിയന്ത്രണം നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ബീഹാർ. സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില വർദ്ധിച്ചു വരുന്നതിനിടെ സുരക്ഷാ ആശങ്കകൾ കണക്കിലെടുത്താണ് ഈ തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അഖിലേന്ത്യാ ജുവലേഴ്സ് ആൻഡ് ഗോൾഡ് ഫെഡറേഷൻ വ്യക്തമാക്കുന്ന പുതിയ നിയമമനുസരിച്ച് ഹിജാബ്, നിഖാബ്, ബുർഖ, സ്കാർഫുകൾ, ഹെൽമറ്റുകൾ ഉൾപ്പെടെ മുഖം മറയ്ക്കുന്ന വസ്ത്രങ്ങളോ വസ്തുക്കളോ ധരിച്ച് കടകളിൽ എത്തുന്നവർ തിരിച്ചറിയലിനായി മുഖം കാണിക്കണം. ശരിയായ തിരിച്ചറിയൽ ഉറപ്പാക്കിയ ശേഷമേ ആഭരണങ്ങൾ വിൽക്കാവൂ എന്ന് ഫെഡറേഷൻ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. ഈ നിയമം ഔദ്യോഗികമായി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ബീഹാർ എന്ന് AIGF സംസ്ഥാന പ്രസിഡന്റ് അശോക് കുമാർ വർമ്മ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇതൊരു പ്രത്യേക മതഭാഗത്തെയും ലക്ഷ്യമിട്ട് ഉള്ളതല്ല എന്നാണ് അശോക് കുമാർ വർമ്മ വ്യക്തമാക്കുന്നത്. നിലവിൽ 10 ഗ്രാം സ്വർണത്തിന് ഏകദേശം 1.40 ലക്ഷം രൂപയാണ്. 1 കിലോ വെള്ളിയുടെ വില 2.5 ലക്ഷം രൂപയും. നിരവധി കവർച്ചകളിൽ മുഖം മറച്ചെത്തുന്ന സംഘങ്ങൾ കടകളിൽ പ്രവേശിച്ച് മോഷണം നടത്തിയിട്ടുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുകയാണ് ഈ തീരുമാനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു നിരോധനമല്ലെന്നും തിരിച്ചറിയലിനായി മുഖം കാണിക്കാൻ ഉപഭോക്താക്കളോട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും വർമ്മ വ്യക്തമാക്കുന്നുണ്ട്. സ്കാർഫുകളോ ഹെൽമറ്റുകളോ ഉപയോഗിച്ച് മുഖം മറയ്ക്കുന്ന പുരുഷന്മാർക്കും ഈ ചട്ടം ബാധകമാണ്. ഞങ്ങളുടെ ലക്ഷ്യം വിവേചനമല്ല. ഉപഭോക്താവും കടയുടമയും നേർക്കുനേർ ഇടപഴകുമ്പോൾ വിശ്വാസ്യത സ്ഥാപിക്കപ്പെടും. ഈ നിയമം എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് എന്നാണ് പട്ന സെൻട്രൽ പോലീസ് സൂപ്രണ്ടുമായി ഇക്കാര്യം ചർച്ച ചെയ്തപ്പോൾ വിയോജിപ്പൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് വർമ്മ പറയുന്നത്. മറ്റു സംസ്ഥാനങ്ങളിലെ ചില ജില്ലകളിൽ സമാനമായ ഒരു മുൻകരുതൽ നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ടെന്നും ബീഹാർ ഇത് സംസ്ഥാനം വ്യാപകമായി സ്വീകരിക്കുന്ന ആദ്യ സംസ്ഥാനമാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഈ ജ്വല്ലറി നിയമം ബീഹാറിൽ വലിയ രാഷ്ട്രീയവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. RJD സംസ്ഥാന വക്താവ് ഏജാസ് അഹമ്മദ് ഈ നീക്കത്തെ രൂക്ഷമായാണ് വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഈ നടപടി ഭരണഘടനാ വിരുദ്ധവും ഇന്ത്യയുടെ മതേതര പാരമ്പര്യങ്ങൾക്ക് എതിരാണെന്നും അഹമ്മദ് കുറ്റപ്പെടുത്തി. സുരക്ഷയുടെ പേരിൽ ഹിജാബുകളെയും നിഖാബുകളെയും ലക്ഷ്യമിടുന്നത് മതവികാരങ്ങളെ വ്രണപ്പെടുത്തുമെന്നും ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യം നിഷേധിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. BJP RSS അംഗങ്ങളാണ് ഇതിന് പിന്നിലെന്നും ജ്വല്ലറി ഉടമകൾ അത് പ്രോത്സാഹിപ്പിക്കുകയാണെന്നും അഹമ്മദ് ആരോപിച്ചു. ഈ തീരുമാനം ഉടൻ പിൻവലിക്കണമെന്ന് അദ്ദേഹം ജ്വല്ലറി വ്യാപാരികളോടും സംഘടനയോടും ശക്തമായി തന്നെ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം നടപടികൾ രാജ്യത്തിന്റെ ഭരണഘടനാപരവും മതേതരവുമായ കെട്ടുറപ്പിനെ ദുർബലപ്പെടുത്തുമെന്നും അഹമ്മദ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പ്രതിഷേധങ്ങളെക്കുറിച്ചും ഏറ്റുമുട്ടലുകളെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾക്ക് വിവാദത്തിനോ ബലപ്രയോഗത്തിനോ ഒരു സാധ്യതയുമില്ല എന്നാണ് വർമ്മ വ്യക്തമാക്കിയത്. ഒരു ജീവനക്കാരനും ആരുടെയും ഹിജാബോ ബുർഖയോ ബലമായി നീക്കം ചെയ്യില്ല. വിനയപൂർവ്വം മുഖം കാണിക്കാൻ അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഏറ്റുമുട്ടലിന് ചോദ്യമേ ഇല്ല എന്നാണ് വർമ്മ പറയുന്നത്. ഉപഭോക്താക്കളുടെയും കടഉടമയുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഫെഡറേഷന്റെ ലക്ഷ്യമെന്നും അശോക് കുമാർ വർമ്മ വ്യക്തമാക്കി.